തുടക്കം തൊട്ട് ഇതുവരെ കണ്ടു. ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. വയർ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ലത് തന്നെയാണ്. നല്ലത് തന്നെ. നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടറെ. ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവോ, അങ്ങനെയൊക്കെ വളരെ കമന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിനെന്താ പരിഹാരം? നമ്മൾ ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബിൽ പുറത്ത് കൊടുത്തിട്ട് അതിന്റെ പാരാമീറ്റേഴ്സ്, ഹെവി മെറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമസ്കാരം. നമസ്കാരം. നമ്മൾ തൃശ്ശൂർ നെല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോ അല്ല, ഇവിടെ വന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ വീട്ടിലും ഒന്നും രണ്ടും പേർക്ക് ഈ മലബന്ധവും അതുപോലെ തന്നെ പൈൽസും എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേരോട് ചോദിച്ചാലും ഉണ്ട്. അതിനൊരു പരിഹാരമാണ്. നമസ്കാരം. പേര് ഉഷാന്ന്. ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ഇതിന്റെയൊക്കെ പരിഹാരം? ഇതിപ്പോ മരുന്നുണ്ടാക്കണം, നമുക്ക് നേരിട്ട് കാണാം. വാ. ഇത് കണ്ടോ, ഒന്നും രണ്ടും പേരൊന്നും അല്ല, അതേപോലുള്ള സെറ്റപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേഘാട്ടോണ്ട് ചെയ്തായിരുന്നു, ആൾക്കാർ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ട്. അതുപോലൊരു റിസൾട്ട് ആണ് ഇത് കാണുന്നത്. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ കാര്യങ്ങൾ കണ്ടാലോ? കാണാലോ. ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇതെല്ലാം കാണുന്നത്. അപ്പൊ ഓരോന്നിനും ഇതിന് പ്രത്യേകമായിട്ട് ഉണക്കമുന്തിരിയുടെ കാര്യം അറിയാലോ. ശരിക്കും കുട്ടികൾക്ക് ഈ മലബന്ധമായിട്ട് തൊട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ഉണക്കമുന്തിരി. അതുപോലെ തന്നെ പച്ചനെല്ലിക്കയും ചേരുന്നുണ്ട്, ഉണക്കനെല്ലിക്കയും ചേരുന്നുണ്ട്, അതുപോലെ കടുക്കയും ചേരുന്നുണ്ട്, മാതളം, ജീരകം, ഏലക്ക, അതുപോലെ തിപ്പലി. ഈ സാധനം ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ മെഷീനിലിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ കഷായം ആക്കിയിട്ട് ലേഹ്യത്തിലേക്ക് ആക്കുന്നത്. ശരിക്കും ഇത് ഉപയോഗത്തിന്റെ രീതി എന്ന് പറയുന്നത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കും? ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാൽ ചെയ്യാലോ. ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതെല്ലാം തനതായിട്ടുള്ള രീതി വിറകി തന്നെ ചെയ്യുന്നത്. പാരമ്പര്യം ഉണ്ടല്ലോ. പാരമ്പര്യമായിട്ടുള്ളതാണ്. അപ്പച്ചൻ ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പച്ചന്റെ അപ്പൻ ഒരു ആയുർവേദ വൈദ്യനായിരുന്നു. കാലങ്ങളായിട്ട് ഞങ്ങൾ ഇതില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. അപ്പൊ 1-2 വർഷം കൊണ്ടുള്ള സംഭവം അല്ല. ഇതിപ്പോ ഏകദേശം ഈ ഒരു പ്രോഡക്റ്റ് ആയി വരാൻ എത്ര സമയം എടുക്കും? ഒരു 3 ദിവസം എന്തായാലും വേണം. 3 ദിവസം പ്രോസസ്സും കഴിഞ്ഞ് വരുമ്പോ ഒരു 3 ദിവസവും പരിവാകുമ്പോ 3 ദിവസത്തിലാണ്. 3 ദിവസത്തെ പരിപാടിയാണ് നമ്മൾ ഈ കഴിക്കാനുള്ള സാധനം ആക്കി വരുന്നത്. നമുക്ക് ഇവിടുത്തെ ലാബ് ഒന്ന് കാണാം. നമസ്കാരം. പേര്? ജ്യോതിഷ്. ഇപ്പൊ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയാലും പെട്ടെന്ന് നമ്മുടെ കമന്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവോ, അങ്ങനെയൊക്കെ വളരെ കമന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിനെന്താ പരിഹാരം? അത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ സാമ്പിൾ ലാബിലേക്കാണ് വരിക. നമ്മൾ അതിന്റെ പാരാമീറ്റേഴ്സ്, ലാബിൽ ടെസ്റ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് അത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുള്ളൂ. നമ്മുടെ ഈ പ്രോഡക്റ്റിന് അങ്ങനെ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഓരോ സാമ്പിളിന്റെ പാരാമീറ്റേഴ്സ് ലാബിൽ ടെസ്റ്റ് ചെയ്യും. നമ്മൾ പിന്നെ ഇവിടുന്ന് കൂടുതലായിട്ട് എക്സ്പോർട്ട് ഉള്ളത് കൊണ്ട് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാബിന്റെ റിപ്പോർട്ട് മാത്രം പോരാ. നമ്മൾ ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബിൽ പുറത്ത് കൊടുത്തിട്ട് അതിന്റെ പാരാമീറ്റേഴ്സ്, ഹെവി മെറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പ്രൊഡക്റ്റിന്റെയും അവിടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിപ്പോർട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഡെസ്പാച്ച് ചെയ്യുള്ളൂ. ഇതിന്റെ ഹെവി മെറ്റൽസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ ഉണ്ട്. അതിന്റെ റിസൾട്ട് കണ്ടില്ലേ, നോട്ട് ഡിറ്റക്റ്റഡ്, അങ്ങനെ ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ റിപ്പോർട്ട് വെച്ച് വേണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാകാൻ പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്നതെന്ന് പറയുന്നത് ഈ ഹെവി മെറ്റൽസിന്റെ ആണ് നോർമലി പറയുക. അത് ക്ലിയർ ചെയ്യും. നമ്മുടെ എല്ലാ സാമ്പിളിന്റെയും അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഡെസ്പാച്ച് ചെയ്യുള്ളൂ. നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടറെ. പേര്? എന്റെ പേര് മിനി. ഡോക്ടർ, ഇത് ഈ പ്രോഡക്റ്റ് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? ഇത് ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ ഇത് മലബന്ധത്തിന് പരിഹാരമാവുന്നതാണ്. ഉണ്ടാവുന്നതാണ്. പിന്നെ പൈൽസിന്റെ പ്രശ്നങ്ങളായ വേദന, ബ്ലീഡിങ്, ദഹന പ്രശ്നം എന്നെല്ലാം മാറുന്നുണ്ട്. ഇത് ഒരാൾക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്ക് ഇത് കഴിച്ചിട്ട് നല്ല ഗുണമുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ഗുണങ്ങളെല്ലാം കണ്ടു. ഡോക്ടർ, ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? ഇത് 3 നേരം ഉപയോഗിക്കണം, ഗുരുതരമായ പ്രശ്നങ്ങളുള്ളവർക്ക്. അല്ലാത്തവർക്ക് 2 നേരം കഴിച്ചാൽ മതി. അപ്പൊ ഇത് 3 നേരമാണ് കൂടുതലായിട്ടുള്ളവർക്ക് ഉപയോഗിക്കേണ്ടത്. അല്ലാതുള്ളവർക്ക് അന്ന് 2 നേരം. എത്ര വെച്ച് കഴിക്കണം? ഇത് 1 സ്പൂൺ വീതം, അതായത് 10 ഗ്രാം വീതം 2 നേരം കഴിക്കും. 10 ഗ്രാം വീതം 2 നേരമാണ് കഴിക്കേണ്ടത്. 3 നേരം ഉള്ളവർക്ക് ഈ 10 ഗ്രാം വെച്ചാ കഴിക്കേണ്ടത്. ഡോക്ടർ, ഈ പൈൽസ് കൂടാതെ വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? പൈൽസ് കൂടാതെ ഭാഗന്തരം, അതായത് ഫിസ്റ്റുല മാറിക്കിട്ടും. പിന്നെ ദഹന പ്രശ്നങ്ങൾക്കും വളരെയധികം പരിഹാരമാണ്. നമ്മുടെ തുടക്കം തൊട്ട് ഇതുവരെ കണ്ടു. ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. നമ്മുടെ കമ്പനിയുടെ പേരെന്ത് വരുന്നത്? ഇത് ജെന്റിൽ ആയുർവേദിക്കിന്റെ പൈൽസ് കെയർ ആണ്. അപ്പൊ ഇതെങ്ങനെ കഴിക്കുന്നേ? ഇതിപ്പോ 10 ഗ്രാം വീതം 2 നേരം ഭക്ഷണശേഷമാണ് കഴിക്കേണ്ടത്. ഭക്ഷണം കഴിഞ്ഞിട്ടാ കഴിക്കണം. കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 3 നേരം കഴിക്കാം. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരമായിട്ട് കഴിക്കാം. അപ്പൊ ഒന്ന് കഴിക്കുന്ന കണ്ടാലോ? ഇതിപ്പോ ഇങ്ങനെ തുറക്കുന്നു. ഇതിപ്പോ ഒരു ഏകദേശം ഒരു 10 ഗ്രാം ഉണ്ടാവും. ഇതിന്റെ ടേസ്റ്റ് നമുക്കൊന്ന് അറിയാം. ഇതുപോലെ ചെറിയ സ്പൂൺ എടുത്താൽ മതി. ടേസ്റ്റ് ഒക്കെ അടിപൊളി കേട്ടോ. അരവണയെ കഴിക്കുന്ന കേട്ടോ, നല്ല ടേസ്റ്റാ. ആഹാരം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഭക്ഷണത്തിന് ശേഷം 2 നേരം. അല്ല കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് 3 നേരവും കഴിക്കാൻ പറ്റും.
നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ? ഇതിപ്പോ കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ പിള്ളേർക്ക് കൊച്ചു കുട്ടികൾക്കാവുമ്പോ 2 to 5 ഗ്രാം വരെ കഴിക്കാൻ പറ്റും. അപ്പൊ ഏകദേശം കുട്ടികൾക്കാണെങ്കിൽ 2 തൊട്ട് 5 ഗ്രാം വരെ കഴിക്കാം. വലിയവർക്കാണെങ്കിൽ നമ്മുടെ ഈ 10 ഗ്രാം 2 നേരം കഴിക്കാൻ പറ്റും. ഇപ്പൊ ഈ പൈൽസ് ഇല്ലാത്തവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാം. വയർ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ലത് തന്നെ. ഇത് വേണ്ടവർക്കാണെങ്കിൽ വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, കൂടാതെ ഇവിടെ കിട്ടും. പിന്നെ എല്ലാ ആയുർവേദ ഷോപ്പുകളിലും കിട്ടും.